ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കിയതിൽ വിവാദമുയരുന്നു. വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങളാണ് സർക്കാർ ഒഴിവാക്കിയത്. വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചത് 21 പാരഗ്രാഫുകളാണെങ്കിൽ 97 മുതൽ 108 വരെയുള്ള ഖണ്ഡികയാണ് ഒഴിവാക്കിയത്. അതിപ്രശസ്തരുടെ ലൈംഗിക ചൂഷണം ഒഴിവാക്കിയെന്നും സൂചനകളുണ്ട്. വിവരങ്ങളുമായി വിനേഷ് ചേരുന്നു. വിനേഷ്, നമുക്കറിയാം ഈ സ്വകാര്യതയെ മാനിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പാരഗ്രാഫുകൾ ഒഴിവാക്കണം, 21 ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ 97 മുതൽ 108 വരെയുള്ള ഖണ്ഡിക ഒഴിവാക്കിയെന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷിച്ചപ്പോൾ എന്താണ് മനസ്സിലായത്? ഏത് രീതിയിലാണ് വിവാദം ഉയരുന്നത്? റിപ്പോർട്ടിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലെ ഖണ്ഡികകളാണ് സർക്കാർ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് എന്ന ആരോപണമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും 96 മുതൽ 108 വരെയുള്ള പേജുകൾ ഒഴിവാക്കിയത് നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങളും ഇരകളുടെ സാക്ഷിമൊഴികളുമാണ് ഈ പേജുകളിൽ ഉണ്ടായിരുന്നത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ വിവരാവകാശ കമ്മീഷൻ ആദ്യം പറഞ്ഞത് ചില പാരഗ്രാഫുകൾ ഈ സ്വകാര്യത മാനിച്ചുകൊണ്ട് ചില പാരഗ്രാഫുകൾ ഒഴിവാക്കാം എന്ന തരത്തിലുള്ള ഒരു നിലപാടായിരുന്നു വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയത്. പക്ഷേ അതിൽ കൂടുതൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയത്തിൽ കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. ഹൈക്കോടതി ആവശ്യപ്പെട്ടത് ഇത്തരത്തിലാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം മുദ്രവച്ച കവറിൽ കോടതിക്ക് നൽകണമെന്ന നിർദ്ദേശം തന്നെയാണ് കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെട്ടത്. ഇത് സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 4.5 വർഷം 2019 ഡിസംബർ 31 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുന്നത്, സംസ്ഥാന സർക്കാരിന് കൈമാറുന്നത്. അതിന് ശേഷം കഴിഞ്ഞ 4.5 വർഷമായി ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ പുകഴ്ത്തി അല്ലെങ്കിൽ പൂഴ്ത്തി വച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലൈംഗിക അതിക്രമം, പോസ്കോ കേസ്, ക്രിമിനൽ കുറ്റങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ടും സർക്കാർ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്താൻ തയ്യാറായില്ല ഈ റിപ്പോർട്ടിന്മേൽ. അതാണ് ഏറ്റവും വലിയ ആക്ഷേപമായി സർക്കാരിനെതിരെ ഉയരുന്നത്. ഒപ്പം തന്നെ വിവരാവകാശ കമ്മീഷൻ നിലവിലെ സാഹചര്യത്തിൽ വിവരാവകാശ കമ്മീഷൻ സ്വകാര്യതകൾ മാനിച്ച് ചില വ്യക്തികളുടെ അല്ലെങ്കിൽ ചില ആളുകളുടെ സ്വകാര്യതകൾ മാനിച്ച് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വിവരാവകാശ നിയമപ്രകാരം കൊടുക്കണ്ട എന്ന നിലപാട് വിവരാവകാശ കമ്മീഷൻ എടുത്തു. പക്ഷേ അതിലുപരി കൂടുതലായുള്ള ഒരു ഒളിച്ചുപിടുത്തം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഖണ്ഡികകൾ സംസ്ഥാന സർക്കാർ ഒഴിവാക്കിയാണ് വിവരാവകാശ നിയമപ്രകാരം ഉള്ള അപേക്ഷകളിൽ മാധ്യമപ്രവർത്തകർക്ക് നൽകിയത് എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. ലക്ഷ്മി, എന്ന് വെച്ചാൽ ഇപ്പോൾ വിനേഷ് പറഞ്ഞതുപോലെയാണ്, കോടതി പ്രത്യേകിച്ച് ചോദിച്ചിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി എടുക്കാൻ സാധിക്കുമെന്ന് കോടതി അറിയിക്കണം. മാത്രമല്ല ഇതിൽ കേസെടുക്കാത്ത എന്തുകൊണ്ട്, കേസെടുത്തുകൂടെ എന്നൊരു ചോദ്യമൊക്കെ ചോദിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ സ്വകാര്യതയെ മാനിക്കണം എന്നുള്ളത് മറയാക്കിക്കൊണ്ട് ഇത്തരം ഖണ്ഡികകൾ, ഇത്രയും പാരഗ്രാഫുകൾ ഒഴിവാക്കിയത് ഈ കുറ്റക്കാരെ സംരക്ഷിക്കാനാണ് എന്നൊരു ആക്ഷേപം അതങ്ങനെ ഉയർത്തുമല്ലോ അല്ലേ? അതിൽ കുറ്റം പറയാൻ സാധിക്കില്ലല്ലോ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നിലവിൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സ്വമേധയാൽ ലൈംഗിക അതിക്രമം നടന്നു എന്ന വിവരങ്ങൾ ഒരു സർക്കാർ തന്നെ നിയോഗിച്ച ഒരു കമ്മീഷൻ റിപ്പോർട്ടായി 2019 ഡിസംബർ 31 സർക്കാരിന് നൽകിയിട്ടും സ്വമേധയാൽ കേസെടുക്കാൻ സർക്കാരിന് സാധിക്കും. പക്ഷേ അത്തരത്തിലുള്ള ഒരു നിയമ നടപടിയുമായി സംസ്ഥാന സർക്കാർ പോകാത്തതാണ് ശക്തമായ ആക്ഷേപങ്ങൾക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. ഈ ഇരയുടെ സ്വകാര്യതയ്ക്ക് മാനിച്ചുകൊണ്ട് വളരെ രഹസ്യാത്മകമായി സംസ്ഥാന സർക്കാരിനും സംസ്ഥാന പോലീസിനും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്താൻ സാധിക്കും. ഇരകളുടെ മൊഴികളുള്ള സാഹചര്യത്തിൽ പ്രതികൾക്കെതിരെ കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. പക്ഷേ അത്തരം നിയമ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടില്ല എന്ന ഒരു ആക്ഷേപവും ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ പ്രധാനമായും ഇന്ന് ഉയർന്നിരിക്കുന്ന ആക്ഷേപം സംസ്ഥാന സർക്കാർ കൂടുതൽ പേജുകൾ ഇതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ആരെയൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു. നേരത്തെ വിവരാവകാശ നിയമപ്രകാരം മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് ചിലരുടെ സ്വകാര്യതയെ മാനിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ചില ഖണ്ഡികകൾ ഒഴിവാക്കാമെന്ന് വിവരാവകാശ കമ്മീഷൻ തന്നെ അറിയിച്ചെങ്കിലും അതിൽ കൂടുതൽ പേജുകൾ ഒഴിവാക്കാനുള്ള ഒഴിവാക്കിയിരിക്കുന്ന
ഒഴിവാക്കിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. എന്തിനു വേണ്ടി സർക്കാർ ഇത് ഒഴിവാക്കി എന്ന ചോദ്യം ഉയരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായി, കഴിഞ്ഞ 4.5 വർഷമായി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവച്ചിരുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പ്രധാനമായും എടുത്തു പറയേണ്ടത് 2019 ഡിസംബർ 31 റിപ്പോർട്ട് സമർപ്പിച്ച് 4.5 വർഷമായി. അതിൽ ഗുരുതരമായ ആരോപണങ്ങൾ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ തന്നെ നിയമിച്ച ഒരു സമിതിയാണ് ഹേമ കമ്മീഷൻ. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പോലും സർക്കാർ പരിഗണിച്ചില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്രയും കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചിരുന്നത്? സർക്കാരിന് ഈ വിഷയത്തിൽ വളരെ രഹസ്യാത്മകമായി തന്നെ ലൈംഗിക അതിക്രമവും അതുപോലെ തന്നെ ക്രിമിനൽ കുറ്റവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന് തന്നെ നേരിട്ട് കേസെടുക്കാനുള്ള സാധ്യതകൾ നിലനിന്നിരുന്നു. പക്ഷേ അതൊന്നും സർക്കാർ പരിഗണിച്ചില്ല. ഇപ്പോഴും സർക്കാരിന്റെ നിലപാട് പരാതി കിട്ടിയാൽ അന്വേഷിക്കുമെന്നാണ്. പക്ഷേ പരാതി കിട്ടാത്ത എന്തിനു വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്? ആ കമ്മിറ്റി സാക്ഷിമൊഴികളുടെയും കൃത്യമായ ഇരകളുടെയും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റിപ്പോർട്ട് സർക്കാരിന് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും സർക്കാർ എന്തുകൊണ്ടാണ് പരാതി എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്? അങ്ങനെ സർക്കാർ ഉറച്ചു നിൽക്കുന്നതിന് പിന്നിൽ സർക്കാരിന് കൃത്യമായ അജണ്ടയുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. ഒപ്പം തന്നെ കാരണം ഈ ഒരുപക്ഷെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ സാധിക്കാത്ത, അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ആ മേഖലയിൽ ഉറച്ചു നിൽക്കണം, പിടിച്ചു നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവരായിരിക്കുമല്ലോ അത്തരത്തിൽ കമ്മിറ്റിക്ക് മുന്നിൽ മനസ്സ് തുറന്നതും കൂടുതൽ തെളിവുകളൊക്കെ നൽകിയതും. അതുകൊണ്ട് തന്നെ പരാതിക്കാരില്ലാത്തതുകൊണ്ട് നടപടിയെടുക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാട് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അത് എത്രമാത്രം അതിൻ്റെ സാങ്കേതികത്വം അല്ലെങ്കിൽ ലോജിക്കില്ലായ്മ നമുക്ക് അങ്ങനെ ഊഹിക്കാൻ സാധിക്കും. മാത്രമല്ല WCC ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടപടിയേക്കാൾ ഉപരി ചർച്ചകൾ നടക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കോൺക്ലേവ് നടത്തും എന്നൊക്കെ മന്ത്രി സജി ചെറിയാനൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഹൈക്കോടതിയുടെ ഇടപെടൽ വിനീഷും പറഞ്ഞതുപോലെയാണ് ഈ പൂർണ്ണമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ ഹൈക്കോടതിയിൽ ഹാജരാക്കണം എന്ന്, സെപ്റ്റംബറിൽ ഹാജരാക്കണമെന്ന് കോടതി ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കോടതിയിലാണ് ഹാജരാക്കുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒളിച്ചുകളി തുടരാൻ ഇങ്ങനെ സർക്കാരിന് എത്ര കാലം സാധിക്കും എന്നുള്ളതാണ്. നിലവിൽ കോടതിയുടെ നിർദ്ദേശം ഉണ്ടായ സാഹചര്യത്തിൽ റിപ്പോർട്ട് കോടതിയിൽ കൃത്യമായി തന്നെ പൂർണ്ണ റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ സർക്കാരിന് കൈമാറിയേ പറ്റൂ. അപേക്ഷകർ ഉണ്ടായിരുന്നല്ലോ, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ, അവരെയും അറിയിച്ചിട്ടില്ല ഇത്രയും ഭാഗങ്ങൾ ഒഴിവാക്കിയത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതെന്ത് തന്നെയായാലും രഹസ്യാത്മകത സൂക്ഷിക്കുകയോ ഒപ്പം തന്നെ നടപടിയെടുക്കുകയും ചെയ്യുന്ന രണ്ടും കൂടി പ്രാവർത്തികമല്ല എന്നൊരു നിലപാടാണ് സർക്കാർ എടുക്കുന്നതെന്ന് മനസ്സിലാകുന്നു. കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്നു. ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച സംവിധായകൻ വിജി തമ്പി പറയുന്നത് ഇങ്ങനെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരുന്ന കാര്യങ്ങൾ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. അതിനും അപ്പുറത്തേക്ക് സർക്കാരിന് ഇങ്ങനെ സിനിമാ മേഖലയിൽ വളരെ ഓപ്പണായി ഫ്രീ ആയി ഇടപെടാൻ ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ കടുത്ത നടപടികൾ വേണം. ഇനി ഇക്കാര്യത്തിൽ കോടതിയുടെ നിലപാടാണ് ഒരു പ്രതീക്ഷ നൽകുന്നത്. അദ്ദേഹം അങ്ങനെയാണ് പ്രതികരിച്ചത്. നിലവിൽ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 4.5 വർഷമായി തന്നെ ഈ വിഷയം പൂഴ്ത്തിവച്ചിരുന്ന സാഹചര്യത്തിൽ ഇനി വേണ്ടത് കോടതിയുടെ ഒരു ഇടപെടൽ തന്നെയാണ്. അദ്ദേഹം സൂചിപ്പിച്ചത് തന്നെയാണ് ശരിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കോടതിയിൽ പൊതുപ്രവർത്തകർ എത്തുന്ന സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകർ കോടതിയിൽ എത്തുന്ന സമയത്ത് തന്നെ അത്തരം വിഷയങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതിയുടെ നിരീക്ഷണവും അത്തരത്തിൽ തന്നെയായിരുന്നു. കോടതി പറഞ്ഞിരുന്നത് നിലവിൽ ഇത് മുദ്രവച്ച കവറിൽ കൃത്യമായി പൂർണ്ണമായ രൂപം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെയാണോ സർക്കാരിലേക്ക് സബ്മിറ്റ് ചെയ്തത് അല്ലെങ്കിൽ നൽകിയത് അതിന്റെ പൂർണ്ണ രൂപം തന്നെ നൽകണമെന്ന നിർദ്ദേശമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത്. സംസ്ഥാന സർക്കാർ അത്തരത്തിലുള്ള റിപ്പോർട്ട് വേണം കോടതിക്ക് നൽകാൻ എന്ന നിലപാടായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അത് സർക്കാരിന് വലിയ കനത്ത തിരിച്ചടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഈ വിഷയത്തിൽ ഉയരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോസ്കോ കുറ്റം അടക്കം ഉള്ള വിഷയങ്ങൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഒപ്പം തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അതിന്റെ സാക്ഷിമൊഴികൾ, ഇവയെല്ലാം തന്നെ ഈ റിപ്പോർട്ടിൽ പരാമർശം കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. റിപ്പോർട്ടിൽ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ രേഖകളടക്കം സൂചിപ്പിക്കുന്നുണ്ട്. ആ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ രേഖകളടക്കം സൂചിപ്പിക്കുന്നുണ്ട്. ആ കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിലായിരുന്നു.
നിലവിൽ മാധ്യമപ്രവർത്തകർ ഈ ഒരു വിവരാവകാശ കമ്മീഷനിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ട് വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്ന സമയത്ത് സ്വകാര്യതയെ മാനിച്ചുകൊണ്ടാണ് നിലവിൽ ചില ഖണ്ഡികകൾ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വിവരാവകാശ കമ്മീഷൻ കടന്നതെങ്കിൽ പക്ഷേ അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ സംസ്ഥാന സർക്കാർ പൂഴ്ത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായ രീതിയിലുള്ള സർക്കാരിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടക്കുന്നു. സർക്കാർ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത് എന്ന ആക്ഷേപമാണ് പ്രധാനമായും വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന ഇത്തരത്തിലാണ് ക്രിമിനൽ കുറ്റം, ക്രിമിനൽ നടപടി ഉൾപ്പെടുത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാവുന്ന സംഭവങ്ങൾ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്തിനാണ് കഴിഞ്ഞ 4.5 വർഷമായി ഈ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചിരുന്നത് എന്ന ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്. ഒപ്പം തന്നെ ഈ വിഷയങ്ങളിലെല്ലാം നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കൃത്യമായി തന്നെ ഈ വിഷയം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാരിന് ഈ വിഷയത്തിൽ നേരത്തെ തന്നെ സ്വമേധ്യാൽ കേസെടുക്കാമെന്ന ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിയമം ഈ വിഷയത്തിൽ നിലനിൽക്കെ തന്നെ എന്തുകൊണ്ട് സർക്കാർ കേസെടുത്തില്ല? ലൈംഗിക അതിക്രമ പരാതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലൈംഗിക അതിക്രമ വിഷയത്തിൽ കൃത്യമായ സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു. ആ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്നിട്ട് പോലും ലൈംഗിക അതിക്രമ കേസിലും പോക്സോ കേസിലും നിലവിൽ ക്രിമിനൽ നടപടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേസുകളിലും സംസ്ഥാന സർക്കാരിനെ സ്വീകരിക്കാമായിരുന്നു. ആ കേസുകളൊന്നും തന്നെ കൃത്യമായി സർക്കാർ രജിസ്റ്റർ ചെയ്തില്ല. ഇതിന് പിന്നിൽ സർക്കാരിന്റെ ഒരു പ്രത്യേക അജണ്ട ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ലക്ഷ്മി, സ്വകാര്യതയെ മാനിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കി. അതിൽ വലിയ വിവാദമുയരുന്നു.